കഥയോ സിനിമയോ ഒന്നുമല്ല, ഒരു പഴയ സർക്കാർ ഗേൾസ് ഹോസ്റ്റൽ നടക്കുന്നതാണ്. ആ ഒരു ഗേൾസ് ഹോസ്റ്റൽ ഇന്നും ആക്റ്റീവാണ്. അതുകൊണ്ട് അത് എവിടെയെന്ന് എനിക്ക് പറയാൻ നിർവാഹവുമില്ല. ഇന്നും ഒരുപാട് പെൺകുട്ടികൾ ആ ഒരു ഹോസ്റ്റലിൽ താമസിക്കുന്നുണ്ട്. രാത്രി 10-ന് ശേഷം ആരും പുറത്തിറങ്ങാൻ പാടില്ല. അത് അവിടുത്തെ ഒരു റൂളാണ്. പ്രത്യേകിച്ച് ആ ഒരു കോറിഡോറിൽ അല്ലെങ്കിൽ ബാത്റൂമിൽ ഒന്നും 10 മണിക്ക് ശേഷം പോകാൻ പാടില്ല. അവിടെയുള്ള 10 ബാത്റൂമിൽ 10ാമത്തെ ആ ഒരു ബാത്റൂം എന്നും പൂട്ടിക്കിടക്കലാണ്. അത് ഉപയോഗിക്കാനോ ആ ഏരിയയിലേക്ക് പോകാനോ പാടില്ല. അവിടെ രാത്രിയായാൽ രാത്രി 10-ന് ശേഷം ആരോ നടക്കുന്നതായി സൗണ്ട് കേൾക്കും. മാത്രമല്ല ഓരോ റൂംസിന്റെ ഡോറും മുട്ടുന്നതായി സൗണ്ട് കേൾക്കാം. അവരുടെയെല്ലാം അച്ഛൻ്റെയോ അമ്മയുടെയോ മറ്റ് അറിയുന്ന ആരുടെയെങ്കിലും സൗണ്ടിലായിരിക്കും ആ ഒരു വിളി വരുന്നത്. സത്യം പറഞ്ഞാൽ ഉള്ളിലിരിക്കുന്നവർ പെട്ടെന്ന് സ്വന്തം ആളുകളുടെ സൗണ്ട് കേൾക്കുമ്പോൾ പെട്ടുപോയ അവസ്ഥയും ഓർമ്മയില്ലാതെ പോയി ഡോർ തുറക്കും. അപ്പോഴാവും ഈ പൈശാചിക ബാധ മുന്നിൽ നിൽക്കുന്നത് കാണുന്നത്. ഈ 10 ബാത്റൂമിൽ അതിൽ ഏറ്റവും അറ്റത്തെ 10ാമത്തെ ബാത്റൂമാണ് ഉപയോഗിക്കാൻ പാടില്ലാത്തത്. അവിടെ ആരും തന്നെ ആ ഒരു ടൈമിൽ പോവാറുമില്ല. മാത്രമല്ല ആ ഒരു പൂട്ടിക്കിടക്കുന്ന 10ാമത്തെ ബാത്റൂം രാത്രി കാലങ്ങളിൽ ആരോ ഉപയോഗിക്കുന്നുണ്ട്. അധിക ദിവസങ്ങളും ഫുഡ് സ്റ്റെപ്പ് കാണാറുണ്ട്, അതും നനഞ്ഞ ഫുഡ് സ്റ്റെപ്പ്. രാത്രിയാൽ ഈ ഒരു ഹോസ്റ്റൽ ഒരു ഭാർഗവി നിലയം പോലെയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പുതിയ കുട്ടികൾ കുറച്ചെണ്ണം വരുന്നത്. അവർക്ക് ഈ റൂൾസ് ഒന്നും അറിയില്ല. പക്ഷേ അവിടെ വരുന്ന ഓരോരുത്തർക്കും അവിടെയുള്ള റൂൾസ് പറഞ്ഞു കൊടുക്കും. രാത്രി കാലങ്ങൾ 10 മണിക്ക് ശേഷം പുറത്തിറങ്ങാൻ പാടില്ല, 10ാമത്തെ ബാത്റൂമിൽ പോവാൻ പാടില്ല, എല്ലാ റൂൾസും പറഞ്ഞു കൊടുക്കും. എന്നാലും ചില വിരുദ്ധത്തികൾ ഉണ്ടാവുമല്ലോ, അതെന്താ പോയാൽ എന്താ കണ്ടാൽ എന്നുള്ള ചിന്തയിലുള്ള അങ്ങനെയുള്ള ഒരു പെൺകുട്ടിയും ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഒരു ദിവസം എല്ലാവരും ഉറങ്ങിയതിനു ശേഷം 10 മണിക്ക് ശേഷം അവൾ ആ ബാത്റൂമിൽ പോയി. കാരണം അവൾക്ക് അറിയണം അവിടെ എന്താണ് നടക്കുന്നതെന്ന്. അവൾ ആ പൂട്ട് പൊട്ടിച്ച് ഡോർ തുറന്നപ്പോൾ ഞെട്ടിത്തരിച്ചുപോയി. കാരണം അതിൻ്റെ അകത്ത് എന്തോ ഒരു രൂപം ഇരിക്കുന്നത് പോലെ ഒരു സെക്കൻഡിൽ അവൾക്ക് തോന്നി. അവൾ പെട്ടെന്ന് ലൈറ്റ് ഇട്ടപ്പോൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അവൾക്ക് തോന്നിയതാണെന്ന് വിചാരിച്ചു. മറ്റൊരു കാര്യം കൂടി അവൾ ശ്രദ്ധിച്ചു. ആരോ ഉപയോഗിച്ച് വിത്തിൻ സെക്കൻഡിനുള്ളിൽ പോയതുപോലെ അവൾക്ക് തോന്നി. കാരണം ആ ഒരു ബാത്റൂം ആകെ നനഞ്ഞു കിടപ്പായിരുന്നു. മാത്രമല്ല പൈപ്പ് ശരിക്കും പൂട്ടാത്തത് കൊണ്ടാണോ എന്തോ ആ ഒരു പൈപ്പിൽ നിന്ന് വെള്ളം തുള്ളി തുള്ളിയായി പോകുന്നുമുണ്ട്. പെട്ടെന്നാണ് ആ ഡോർ അടഞ്ഞത്. മാത്രമല്ല എന്തോ ഒരു രൂപം മുന്നിലേക്ക് വന്നതും ഒന്നിച്ചായിരുന്നു. സെക്കൻഡുകൾക്കുള്ളിൽ അവളുടെ ശരീരത്തെ മൊത്തമായി വിഴുങ്ങാനെന്ന പോലെ ഒരു മാറാല പോലെ ഒരു സംഭവം അവളെ അങ്ങേയറ്റം ചുറ്റി വരിയാൻ തുടങ്ങി. ആ ഒരു ഭയത്തിന്റെ ഇടയിലും 2 പെൺകുട്ടികൾ ആ ബാത്റൂമിന്റെ സൈഡിൽ അവളെ നോക്കുന്നതായിട്ടും അവൾ കണ്ടു. ആ ഒരു ഷോക്കിൽ അവൾ ബോധമറ്റ് താഴോട്ട് പതിച്ചു. അങ്ങനെ ആ കുട്ടിയുടെ കാര്യം ഒരു തീരുമാനമായി. മറ്റുള്ള റൂംസിലെല്ലാം ഒറ്റയ്ക്കിരിക്കുന്ന പെൺകുട്ടികളാണെങ്കിലും ഇനി കൂടെ 2 പേരാണെങ്കിലും 3ാമതൊരാൾ കൂടെ ഉണ്ട് എന്ന് അവർക്ക് തോന്നും. ആ ഒരു രീതിയിൽ ഓരോ റൂമിലും ഓരോരുത്തർക്കും ഫീൽ ചെയ്യും. ഇന്നും ഒരു തുടർക്കഥയായി ആ ഹോസ്റ്റൽ നടന്നുകൊണ്ടേയിരിക്കുന്നു. പിറ്റേ ദിവസം ബോധരഹിതമായി കണ്ട ആ കുട്ടിയെ എല്ലാവരും കൂടി ഹോസ്പിറ്റലിൽ എത്തിച്ചു. പിന്നീട് ഒരിക്കലും ആ കുട്ടി ആ ഒരു ഹോസ്റ്റലിലേക്ക് തിരിച്ചു വന്നില്ല. എന്ന് നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.